ഹായ് ഹലോ ഹൗ ആർ യു ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷയ് ടെക് ബോക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒട്ടേറെ പേര് വിദേശ രാജ്യങ്ങളിൽ കൊറോണ കാരണം കുടുങ്ങി കിടക്കുകയായിരിക്കും. അവർക്ക് ജന്മനാട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ നോർക്ക വഴി ഓൺലൈനായി ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നോർക്ക വഴി അങ്ങനെയുള്ള കുടുങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് ജന്മനാട്ടിലേക്ക് വരാനായിട്ട് സർക്കാർ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് ആയിരിക്കും വരിക. അതിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വെൽക്കം ടു ഹോം ലാൻഡ്, വരവേൽക്കാം ജന്മനാട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ നമ്മുടെ നാട് സർവ്വസുരക്ഷയും ഒരുക്കങ്ങളും നടത്തി കേന്ദ്ര അനുവാദത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇതിനായി രജിസ്ട്രേഷൻ സംവിധാനം നോർക്ക ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിമാന ടിക്കറ്റ് ബുക്കിങ്ങിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇളവിനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഇത് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു രജിസ്ട്രേഷനാണ്. അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളിവിടെ പാസ്പോർട്ടിലുള്ള പേരടിച്ചു കൊടുക്കുക. അതിനുശേഷം ഏജ് എത്രയാണെന്ന് വെച്ചാൽ ഏജ് അടിച്ചു കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതടിച്ചു കൊടുക്കുക. പാസ്പോർട്ടിലെ നമ്പർ അടിച്ചു കൊടുക്കുക. റിസൈഡിങ് കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു കൺട്രി ഏതാണെന്ന് വെച്ചാൽ അതടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ എല്ലാം ഡെമോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാനായിട്ടായി അടിക്കുകയാണ്. നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് അഡ്രസ്സ് ഇൻ കേരളയിൽ പെർമനൻറ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റ് ഏത് ജില്ലയാണോ നിങ്ങളെന്ന് വെച്ചാൽ അതടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് സെലക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതേതാണെന്ന് വെച്ചാൽ അതടിക്കുക. പ്രസൻറ്റ് അഡ്രസ്സ് ഇപ്പോൾ പ്രസൻ്റായിട്ട് നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് അതും കേരളയിലാണ് കേട്ടോ. പ്രസൻറ്റ് അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതിനായിട്ട് ഒരു നിങ്ങളെ ഇമെയിൽ ഏതാണെന്ന് വെച്ചാൽ അതടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡോട് കൂടിയിട്ടുള്ളൊരു ഫോൺ നമ്പർ, അത് വിളിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ കിട്ടുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്യണമെന്നുള്ളൊരു വലിയൊരു കാര്യമില്ല. അതില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ സെൽഫ് എംപ്ലോയിഡ് ആണോ അതോ മാനേജറിലാണോ അതോ പ്രൊഫഷണലാണോ സ്കിൽഡ് ലേബറാണോ അൺസ്കിൽഡ് ലേബറാണോ അതേ അതേഴ്സ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. വിസ ടൈപ്പ്, നിങ്ങളുടെ വിസ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് വിസ എക്സ്പയർ ആവുന്ന ഡേറ്റ് അത് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് റീസൺ ഓഫ് റിട്ടേൺ, നിങ്ങൾ റിട്ടേൺ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. വിസിറ്റിംഗ് വിസ എക്സ്പയർഡ് ആണോ അതോ പ്രഗ്നൻ്റ് ആണോ സീനിയർ സിറ്റിസൺ ആണോ എംപ്ലോയ്മെൻറ്റ് വിസ എക്സ്പയർഡ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ആണോ സ്റ്റുഡൻറ്റ് വിസ കോഴ്സ് കംപ്ലീറ്റഡ് ആണോ അതോ റിലീസ്ഡ് ഫ്രോം പ്രിസൺ ആണോ അതോ ആനുവൽ വെക്കേഷൻ ആണോ, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹാവ് യു ഡൺ എനി COVID-19 ടെസ്റ്റ്, ഏതെങ്കിലും COVID-19 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതും, അതുപോലെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു PDF ഫയൽ അല്ലെങ്കിൽ JPG ഫയൽ അതും ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഡു യു ഫേസ് എനി ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? അത് എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ, അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രൊപ്പോസ്ഡ് ഡിപ്പാർച്ചർ എയർപോർട്ട്, ഏത് എയർപോർട്ടാണോ നിങ്ങളിപ്പോൾ ഉള്ള രാജ്യത്തുള്ള ഏത് എയർപോർട്ടിൽ നിന്നാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എയർപോർട്ടിൻ്റെ പേരടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് പ്രൊപ്പോസ്ഡ് എയർപോർട്ട് ഇൻ കേരളയിലെ ഏത് എയർപോർട്ടിലാണോ നിങ്ങൾ അറൈവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എയർപോർട്ടിൻ്റെ പേരടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രൊപ്പോസ്ഡ് ഡേറ്റ് ഓഫ് ട്രാവൽ, ഏത് ഡേറ്റിനാണോ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവേണ്ടത് അത് അടിച്ചു കൊടുക്കുക. അതൊന്നും
കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഡേറ്റിന് തന്നെ പോകാൻ സാധിക്കണമെന്നൊന്നുമില്ല, എങ്കിലും അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രിഫേർഡ് എയർലൈൻസ്, ഏതെങ്കിലും എയർലൈൻസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇഫ് ഹോം ക്വാറൻറ്റൈൻ വെദർ എ സെപ്പറേറ്റ് റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ. നിങ്ങൾ നാട്ടിൽ ചെന്നാൽ ക്വാറൻറ്റൈനായിട്ട് ഒരു സെപ്പറേറ്റ് റൂം അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അത് കൃത്യമായി തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു കൊടുത്ത പേര് വിവരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ കോഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ആ കോഡ് എന്തെങ്കിലും ആവശ്യത്തിന് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ എന്തായാലും സൂക്ഷിച്ച് വയ്ക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ ഗൈസ്.